ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നമ്മളെ മുരിങ്ങയെ പോയി മെനിയാന്ന് 2 മുരിങ്ങയൊക്കെ പറിച്ചു. 2 മോക്ക് കൊടുത്തു. മെനിയാന്ന് അവിയൽ വെച്ചു. ഇന്നും പോയി 1 പറിച്ചോണ്ട് വന്നു. മുറ്റി വരുന്നത് ഇതിൽ നിന്ന് നല്ല ഇതാവും. അവിയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. മുരിങ്ങാക്കാര ഗുണം എന്താണല്ലേ, എല്ലാം ഗുണമുള്ളത് തന്നെ. അപ്പം ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കാറ്റ്. അപ്പം ഇന്നലെ രാത്രി കുറുക്കിയത് കുടിച്ചു. ഇന്നലെ രാത്രി അധികം ഇത്തിരി കുറുക്കിയതും കുടിച്ചുകൊണ്ടാണ് കിടന്നത്. പിന്നെ അണ്ണനും ചോറ് കഴിച്ചില്ല, ഞാനും ചോറ് കഴിച്ചില്ല. അത് കുറുക്കാൻ കൊണ്ടുവന്ന ആൾ അവർ കറങ്ങിയിട്ടൊക്കെ രാത്രി എപ്പോഴും കൊണ്ടാണ് അവരെല്ലാവരും കൂടെയൊക്കെ പോയത്. ഇവിടെ വന്നില്ല, അവർ വീട്ടിൽ പോയത്. അപ്പോൾ ഇത്തിരി മുമ്പേ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞൊരു ഇത്തിരി കൂടി ഇരിപ്പുണ്ട്. ഇത്തിരിയാ? ഞാൻ പറഞ്ഞു നമ്മൾ കുടിച്ച് പിന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ചോണ്ടിരിക്കുന്നതിനല്ലേ. അയ്യോ, സ്പ്രേ അടിച്ചിട്ട് അലർജിയുടെ ഒരു സ്പ്രേ ഡോക്ടർ എഴുതി തന്നേക്കുന്നത്. അതുകൊണ്ടാണ് വാ കഴിക്കുന്നു. നമ്മുടെ ഏത്തക്കായാണിത്. അവിയൽ വയ്ക്കാൻ അവിയൽ 2 എടുത്തോണ്ടിട്ട് ബാക്കിയെല്ലാം പഴുത്ത്. ഞാൻ ഇരുന്നാൾ അവിയൽ വയ്ക്കാൻ പോയി എടുത്തുകൊണ്ട് വന്നത് ഫ്രിഡ്ജിലിരുന്നത് കൊണ്ടാണ് ബാക്കിയെല്ലാം അവിടെ കിടന്ന് പഴുത്ത്. ഒരുപോലെ മക്കൾ വരുമ്പോഴത്തേക്കുള്ളത് നിർത്തിയിരുന്നത് ഒടിഞ്ഞ് വീണ്. എന്നിട്ട് നമ്മൾ ആ ഇതിൽ തന്നെ ഇട്ടിരുന്നു. പക്ഷേ കളറ് 3-4 കായങ്ങ പഴുത്ത് അതിൽ നിന്ന് ഒരു ഇതിര തിന്നുകയും ചെയ്തു. പിന്നെ നമ്മളതങ്ങ് വെട്ടിയെടുത്തു. ഭയങ്കര കാറ്റ്. ഈ കാറ്റാണ് ഇല്ലാത്ത അസുഖങ്ങൾ അത്രയും ഉണ്ടാക്കുന്നത്. കാറ്റേ നീ വീശെടുപ്പോൾ. കുട്ടൂസുമോനൊന്നും പഠിക്കാനും പോയില്ലെന്ന് തോന്നുന്നു. കുട്ടൂസുമോനൊക്കെ പോയിട്ട് ഒത്തിരി താമസിക്കാൻ കണ്ടൊക്കെ ചെയ്ത്. ചുണ്ടുണങ്ങുന്നു. വെള്ളം എനിക്ക് കൂടെ അത് ഞാൻ അവിടുത്തെ ഡോക്ടറെ അടുത്ത് പറഞ്ഞ അപ്പോഴെന്തിനാ മരുന്ന് തന്നു. സംസാരിക്കുമ്പോൾ വരെയും ഒരു വല്ലാത്ത കണക്ക്. വെള്ളം നമ്മൾ എത്രയും കുടിക്കുമോ, വെള്ളം കൂടി കുറവായതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഓർമ്മിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിക്കും, വീണ്ടും വെള്ളം കൂടി കുറയും. അപ്പം ഏത്തക്കായും മുരിങ്ങക്കായും എല്ലാം എൻ്റെ അമ്മയുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണിത്. അതൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളും എടുക്കുമ്പം നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. എത്രയായാലും ഒരു ഏത്തക്കായൊക്കെ കിട്ടിയാൽ മുടി വളരാം. എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഒരുങ്ങി ഇതായിട്ടൊന്ന് ഇരുന്നെടുക്കണമെന്നൊന്നും, നമുക്ക് നമ്മുടെ നാടൻ ഇതിൽ ഞാൻ അങ്ങനെയാണ് സാധാരണ വീഡിയോ എടുക്കുന്നത്. രാവിലെ അപ്പം ചുട്ടു. പിന്നെ ഇന്നലെ സാമ്പാറുണ്ടായിരുന്നു. സാമ്പാർ ഇന്നത്തേക്കും കൂടെ ഇത്തിരി നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം 2 ദിവസത്തേക്കുള്ളതങ്ങ് വയ്ക്കും. പകുതി കോരി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പം അപ്പത്തിനും എടുത്തു. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ചോറ് തിന്നാനും ഉണ്ട്. പിന്നെ ഒരു അവിയൽ വെച്ച് ചോറും നമുക്ക് ഇന്നലെ ഉച്ചക്കലത്തേക്ക് മാത്രമേ തിന്നുള്ളൂ. രാത്രി തിന്നില്ല. ഉച്ചയ്ക്ക് ഞാൻ ഒരു പിടി ചോറാണ് തിന്നുന്നത്. അണ്ണൻ കഴിച്ചിട്ട് രാത്രി കഴിച്ചില്ല. അതുകൊണ്ട് ഉച്ചക്കലത്തേക്കുള്ള ചോറ് നമുക്കുണ്ട്. ഇനിയിപ്പോൾ ഒരു അവിയലും വെച്ച്, പിന്നെ ഇപ്പോൾ മീൻ കൊണ്ടുവന്നു. ചൂരക്കുട്ടിയാണ്, അതിട്ടൊരു കൂട്ടാനുമൊക്കെ വെച്ച് നമ്മുടെ ഊണ് റെഡിയാവും.
ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്കതാണ് ഏറ്റവും വിഷമമായിട്ടിരിക്കുന്ന കാര്യം. നമുക്ക് ജോലിക്ക് പോയാൽ നമ്മളെ കയ്യിൽ പൈസ പൊട്ടു വരില്ല. ഇത് ഭയങ്കര ഒരു വിഷമമായിട്ടിരിക്കുന്ന കാര്യം. എൻ്റെ കൂടെ കല്യാണവും എല്ലാം ഒന്നും നോക്കാതെ ഇറങ്ങി പോണവർക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറയുന്നതാണ്, നിനക്ക് മാത്രമേ വീടുള്ളോ കുടുംബമുള്ളോ, അണ്ണം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ. അതുപോലെ തന്നെ സാറ് ഈ ഇടയ്ക്ക് വിളിച്ചിട്ട് ഈ വർഷം ഒരു മാസം തീർന്നിട്ട് ജോലിക്ക് ഇറങ്ങാതിരിക്കുന്നവരെ ലിസ്റ്റ് ജില്ലാ മിഷനിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാറ് ഗ്രൂപ്പിലിട്ടേക്കുന്നു. അതൊക്കെ പ്രശ്നങ്ങളാണ്. എനിക്ക് സുഖമില്ലാത്തവരെയൊക്കെ സാറ് പരിഗണിക്കും. എന്താ ചെയ്യാൻ പറ്റും? വയ്യാതായിപ്പോയി. എല്ലാത്തിനും ഒരു ഇതുണ്ട്. കണ്ണാൻ തുമ്പി കൂടാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലെന്നാൽ നിന്നുള്ളിൽ പൂക്കാലം കളിയാടൻ കണ്ണാൻ തുമ്പി. ഇനിയിപ്പം അടുത്ത മാസം 5-ാം തീയതി എൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണമാണ്. ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഒരു അനിയൻ കൊറോണ സമയത്ത് കൊറോണ വന്ന് മരിച്ചു എന്നുള്ളൊരു വിവരം എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴും എങ്ങനെ ജീവിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു. മോൻ്റെ കല്യാണത്തിനൊക്കെ എങ്ങനെ ചാടി നിൽക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു. പാവം. അനിയൻ്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ, എന്നെ കല്യാണം കഴിച്ച് കൊണ്ട് ചെല്ലുമ്പോൾ അനിയൻ വീട്ടിലില്ല. അന്ന് അനിയൻ നാട്ടിലുള്ള സമയമല്ല. ഇളയ അനിയൻ നാട്ടിലുണ്ട്. ആ അനിയന് ടൈഫോയിഡ് വന്ന് കുറഞ്ഞ് പനിയായിട്ടൊക്കെ കിടക്കുന്നു. അതുകൊണ്ട് കല്യാണത്തിന് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഈ അനിയൻ അന്നില്ല. ഈ അനിയൻ പിന്നെയാണ് അന്ന് അനിയൻ വേറെ എവിടെയാണ്, ആൻഡമാനിലോ അതേ ഗൾഫിലാണോ, അല്ല ആൻഡമാനിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെയാണെന്ന് തോന്നുന്നു അണ്ണൻ ഗൾഫിൽ കൊണ്ടുപോകുന്നത്. എന്തായാലും 3 ആണുങ്ങളും മരുമോനും ഗൾഫിൽ നിന്ന്, ഇവർ 3 ആൺപിള്ളേരും 3 ആണും ഒരു പെണ്ണുമാണ്. ചേച്ചി ഇളമ്പേ താമസിക്കുന്നു. ഇവർ 3 ആണുങ്ങളാണ്. ഏറ്റവും മൂത്തതാണ് എൻ്റെ ഹസ്ബൻഡ്. വേറെ ഒരാൾ ഇനിയുള്ളത് ഗൾഫിലാണ്. അമ്മാവനും അമ്മാവിയും മരിച്ചുപോയി. പാരിപ്പള്ളിയിലാണ് എൻ്റെ സ്വദേശം. അങ്ങനെ എൻ്റെ മോൻ്റെ കല്യാണം ഫെബ്രുവരി 5-ാം തീയതിയാണ്. അനിയന് 2 ആമക്കളാണ്. അനിയൻ്റെ മോൻ പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്തൊരു കമ്പനിയിലും ആയിട്ട് ജോലി ചെയ്യുന്നു. 2 ആൺപിള്ളേരാണ്. ഒന്ന് ഗൾഫിലാണ്. മോൻ പോയിട്ട് 1 വർഷമൊക്കെ കഴിഞ്ഞു. മോൻ കല്യാണത്തിന് പറ്റുമെങ്കിൽ എത്തുമെന്ന് പറയുന്നു. എന്തായാലും നമ്മുടെ കുടുംബത്തിലെ ഒരു കാര്യമാകുമ്പോൾ നമുക്കും അതിൻ്റേതായ ഒരു സന്തോഷവും അങ്ങനെയാണല്ലോ. അപ്പം അനിയനില്ലാത്തൊരു ഇത് നമുക്ക് എപ്പോഴും ആയാലും കാണാം. കാര്യം ആണുങ്ങളുള്ളപ്പം ആണുങ്ങൾ അതിൻ്റേതായ എന്നാൽ ചോദിക്കും. ചില ആണുങ്ങൾ ഭയങ്കര ഉത്തരവാദിത്വമായിട്ട് എല്ലാം നോക്കി കണ്ട് നിൽക്കും. ചില ആണുങ്ങൾ
നമ്മൾ അവിയലിനെ ഉപ്പും അരപ്പൊക്കെ ഇട്ടു. അതുപോലെ തന്നെ മീൻകറി അടുപ്പിലേക്ക് വെച്ചു. ഇനി നമുക്ക് അവിയലിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ അടുപ്പിൽ നിന്ന് മാറ്റി ഇപ്പുറത്തോട്ട് മാറ്റാം, തീ കുറച്ചുള്ള. എന്നിട്ട് മീൻകറി അതിലേക്ക് അങ്ങ് മാറ്റാം. ഞാൻ ഒരു അരത്തവി ചോറിട്ടിട്ട് ഈ അവിയൽ തിന്നും. അവിയൽ മീൻകറിയും കൂട്ടി അവിയൽ തിന്നും. നല്ല ഗുണമുള്ള അവിയലല്ലേ. ഏത്തക്കായും മുരിങ്ങക്കായും ചേനയും ഈ അവിയൽ ഇഷ്ടമാണ്. എന്തേരുടെ നിങ്ങൾ കുറേ ആരും കൊണ്ടിടുന്നുണ്ടേ ഇടേ എന്നാക്കണത് പൂച്ചേ. എന്തേര് പൂച്ച പ്രസവിച്ച് കിടക്കുന്ന. മീൻകറിയും അടുപ്പിൽ വെച്ച് ചൂരക്കുട്ടി പച്ചക്കരച്ചാണെന്ന് വെച്ചത്. നല്ല നാടൻ മുളകും കരിവേപ്പിലയും എല്ലാം ഇട്ടു. ഇനി നല്ലതുപോലെ കറി വേവട്ടെ. അപ്പം 2026 എല്ലാവർക്കും നല്ലൊരു ദിനമായിക്കൊള്ളട്ടെ ഭഗവാനെ. എൻ്റെ മക്കൾക്കായാലും എല്ലാവർക്കും നല്ലൊരു ദിനമാവാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പം എൻ്റെ മക്കളിലൊരാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ 4 പേരിൽ ഒരാളൊരു വാർത്ത ഒന്നിനോട് പറഞ്ഞിട്ട് പോയി നാളത്തെ. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുപോലെ എൻ്റെ മക്കൾക്ക് 4 പേർക്കും ഈ വർഷം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടാവാനും കഴിയട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അയ്യോ അമ്മമ്മേ, എന്തെങ്കിലും ഇരുന്ന് ചെയ്യുന്നത്. എന്താണ് വിശേഷം? സീരിയലാണെന്നോ? കാപ്പിയൊക്കെ കുടിച്ചോ? എന്തുണ്ട് വിശേഷം? ഇതിൽ നോക്കി എന്നാ ഇതിൽ നോക്ക്. ഒരു ഹായ് വേ. എന്നാ ഒരു ഹായ് വേ. ഒരു ഹായ് വയ്ക്കുന്നതിനെന്ത് എന്നാ ഒരു അങ്ങനെ പറഞ്ഞോളൂ. ഒരു ഹായ് വേ. ഇതാണ് ടി വിയുടെ അത് വീഡിയോ പിടിക്കുമ്പോൾ ഉള്ള പ്രകൃതം കണ്ടോ. ഒരു ഹായ് വയ്യണ. സപ്പോർട്ടിങ് ഉണ്ടോ? സപ്പോർട്ടിങ് ഇങ്ങനെയാണോ നിങ്ങളെ വീട്ടിലൊക്കെ? കൂടെ നിന്ന് ഡാൻസ് കളിക്കുക എല്ലാം ചെയ്യൂലേ? ഇതാണ് ഇവിടുത്തെ സപ്പോർട്ടിങ്. അപ്പം നമ്മുടെ മീൻകറി എന്തായെന്ന് നമുക്ക് നോക്കാം.
ചെറിയ ചൂരക്കുട്ടിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. ഈ മീൻ കൊണ്ടുവരക്കം താമസിക്കുന്നത് കാരണമാണ് നമുക്ക് നമ്മുടെ ഊണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ തലേക്കുന്ന ദിവസമേ മേടിച്ച് വെച്ചേക്കണം. നമുക്ക് ചോറ് വിളമ്പാം. കണ്ടോ, ചോറ് നമുക്ക് ഇന്നലെ വെച്ച ചോറ്, ഇതിൻ്റെ ബാക്കി ചോറേ ഉള്ളൂ. ഇനിയും ഇത്തിരി ചോറ് ഇരിക്കുന്നു. ചോറ് തീറ്റി അത്രയേ ഉള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് ഒരു ശകലം ചോറാണ് തിന്നുന്നത്. പിന്നെ അണ്ണൻ്റെ കാര്യമുള്ളൂ. ഇന്നലെ അണ്ണനും രാത്രി പൂ കുറുക്കിയത് കഴിച്ചത് കൊണ്ട് പിന്നെ നമുക്കില്ല ഏത്തപ്പഴം ഉള്ളതുകൊണ്ട് വിശക്കുമ്പം, പക്ഷെ അത് പുഴുങ്ങിയേ കഴിക്കാവൂ എന്നാണ് പറയണത്. ഞാൻ ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ പഴം എടുത്ത് കഴിച്ചു. ഏത്തപ്പഴം കഴിക്കുമ്പോൾ വിശപ്പ്, എനിക്ക് ഈ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ഒരു 12 മണിയാകുമ്പോൾ അത് മുമ്പേ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു തളർച്ച പോലെ ഇങ്ങനെ വരും. അപ്പോഴെന്തെങ്കിലും ഒന്ന് കഴിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ പഴം ഇരിക്കുകയാണെങ്കിൽ പഴം ഒരുക്കി കൊടുത്ത് കഴിക്കുന്നത്, അല്ലാതെ ചിലപ്പോൾ വേറെ ഒന്നും കാണത്തില്ല. നമ്മളിപ്പോൾ എപ്പോഴും എന്തെങ്കിലും മേടിച്ച് വെച്ചേക്കുന്നു. അപ്പം അവിയൽ ഇന്നലത്തെ വറുത്തമീൻ ഇരിപ്പുണ്ട് ഇത്തിരി. ഇനി സാമ്പാറോട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കറി എടുക്കാം.
ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഊണ് കഴിക്കാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഊണ്. ഇഷ്ടപ്പെട്ട് ചോറ്, നല്ല സൂപ്പർ അവിയൽ, മീൻകറി, ഇന്നലത്തെ ഇത്തിരി വറുത്ത മീനും, ഇനി സാമ്പാറുണ്ട്. ഈ സാമ്പാർ കണ്ടോ, സാമ്പാർ കൂടിയുണ്ട് കണ്ടോ. ഈ കണ്ടോ കണ്ടോ, ഇതാണ് ചോറ്, സാമ്പാർ, അവിയൽ, മീൻകറി, നല്ല തത്തിരി മീൻ വറുത്തത് കണ്ടോ. അപ്പം ഞാനും അണ്ണനും ചോറ് കഴിക്കാനായിട്ട് പോകുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ കിച്ചൺ വീഡിയോ, എൻ്റെ ഉച്ചകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ അമ്മ ഇരിക്കുന്നുണ്ടോ കണ്ടോ, അമ്മ ഇരുന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അമ്മ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.